ഇപ്പൊ നമ്മുടെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞ ടൈറ്റിൽ തന്നെ ഗണേഷ് ഇപ്പൊ ട്രെയിലർ കാണുമ്പോ തന്നെ മഹിമ അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് ഗണേഷിനെ പറ്റിയിട്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഗണേഷ് എന്ന് പറയുമ്പോ ഒരു ഗോഡ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ അത് സൂപ്പർ ഹീറോ എന്നുള്ളത് അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതിയത്. ഗോഡ് ഇപ്പൊ മിക്കവരും അങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കുന്നുണ്ടോ, അതേപോലെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു കഥ എഴുതിയത്? യെസ്, സീക്വൽ ILC ഒക്കെ പോലെ. ഇപ്പൊ ഈ അടുത്ത ഹനുമാൻ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, തെലുങ്ക് മൂവിയാണ്. അവരിങ്ങനെ ഒരു ഗോഡിനെ വെച്ചിട്ട് യെസ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ജയ് ഗണേഷ് എന്ന് പറയുമ്പോ ഡിഫറെന്റ് കഥകൾ പുതിയ എന്തെങ്കിലും മേഖലകൾ എനിക്കിപ്പോ ഇങ്ങനെ കമേഴ്ഷ്യൽ തന്നെ ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എനിക്ക് എന്റെ ചെയ്ത സിനിമകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ 4 Years ആണ്. ഞാൻ എപ്പോഴും തിരിച്ച് എനിക്ക് എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് ബോറടിക്കാതെ കാണാൻ പറ്റുന്ന ഒരു സിനിമ അതായിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ സിനിമ. അപ്പൊ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് അങ്ങനെ യൂണിവേഴ്സ് ഉണ്ടാക്കണമെന്നില്ല. അപ്പൊ ഇത് ഒരു കമേഴ്ഷ്യൽ അറ്റംപ്റ്റ് ആണ്. ഇത് വിജയിച്ചാൽ ഞാൻ ഭയങ്കര എക്സ്പെരിമെന്റ് ആയിട്ട് ഒരു സിനിമ ചെയ്തേക്കാം. അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കിവിടെ ഉണ്ടാവണമെന്നല്ല. എന്താണ് ജയ് ഗണേഷ് എന്നുള്ള ഒരു പേര്, ഒരു ടൈറ്റിൽ അതിലേക്ക് പറയാൻ പറ്റുമെങ്കിൽ? പറയാൻ പറ്റും. ജയ് ഗണേഷാണ് സിനിമയ്ക്ക് ഏറ്റവും ചേർന്നിട്ട്. അത് നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, എന്തുകൊണ്ട് ജയ് ഗണേഷ്? ജയ് ഗണേഷ് is something like എന്താണ് പേര്, ചോട്ടാ ഭീം. അതുപോലെ ഒരു ക്യാരക്ടറാണ് ജയ് ഗണേഷ്. അപ്പൊ അതിന് പറ്റുന്നൊരു പേര് ജയ് ഗണേഷ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പേര്. അല്ല, അത് നമ്മളിപ്പോ ചോട്ടാ ഭീം എന്നൊക്കെ ഉള്ളത് ആ ഒരു രീതിക്ക്. ഗണേഷ് എന്ന് പറയുമ്പോ പുള്ളി സൂപ്പർ നാച്ചുറൽ പവർ അങ്ങനെ ഉള്ള ഒരു തീമുമായിട്ട് അല്ല ഇതില് പറയുന്നത് അനുസരിച്ച്. അത് മറ്റേ ലഡു കഴിക്കുമ്പോ വരുന്നതല്ലേ അറിഞ്ഞത് കൊണ്ടല്ലേ വെറുതെ മനസ്സിലായി. ഇതിലങ്ങനെ ലഡു കഴിച്ചുകൊണ്ട് അങ്ങനത്തെ സിനിമ അല്ല ഇത്. അല്ല, ഇതൊന്നും ഒരാളൊരു ചിലന്തി കളിച്ചു അതുകൊണ്ട് സ്പൈഡർമാൻ ആയി, അങ്ങനത്തെ സിനിമ അല്ല. പക്ഷെ ഇതിലെന്തോ ഒരു സൂപ്പർ എലമെന്റ് ഉണ്ട്, സൂപ്പർ ഹീറോ എലമെന്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. പക്ഷെ അത് ആ രീതിയിൽ ആ ടെംപ്ലേറ്റിലുള്ള ഒരു സിനിമയല്ല. ഇത് മോറെ ത്രില്ലർ ജോണറുള്ള ഒരു സിനിമയാണ്. പക്ഷെ അതിനുള്ള കുറച്ച് ഇതുപോലത്തെ സൂപ്പർ ഹീറോ എലമെന്റ്സ്, സൂപ്പർ നാച്ചുറൽ അല്ല, സൂപ്പർ ഹീറോ എലമെന്റ്സ് ഉണ്ട്. അത്രയും വളരെ സെറ്റിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ. അമൽ ഡേവിസ് എന്നാണ് എന്റെ വായിൽ വരുന്നത്. സോറി, ആ ക്യാരക്ടർ ഇങ്ങനെ റീച്ച് ആയതിന്റെ ഒരു സംഭവമാണ്. എഡിറ്റിംഗ് ആണോ ആക്ടിംഗ് ആണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി പാഷൻ വെച്ചിട്ട് ഞാൻ ആക്ച്വലി ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ ഞാൻ പെർസ്യൂ ചെയ്തിരുന്നത് ഫിലിം മേക്കിങ്ങും അതിനോടനുബന്ധിച്ചിട്ടാണ് എഡിറ്റിംഗിലേക്കൊക്കെ എത്തുന്നതും. അത് പിന്നീട് അത് വർക്ക് ചെയ്ത് നമ്മളുടെ കൂടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോലിയായിട്ട് മാറിയായിരുന്നു. ഇപ്പോ ബിഫോർ പ്രൈമിലും ആക്ച്വലി എഡിറ്റിംഗ് മാത്രമായിരുന്നു പാഷൻ. അതിന്റെ ഇടയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അത് അത്രത്തോളം പാഷനേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ പ്രേമല് വരുന്നു, ഇത്രയും നല്ലൊരു സക്സസ് ആവുന്നു, ആളുകൾ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നത് കാണുമ്പോ എനിക്ക് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് ഞാനിപ്പോ അഭിനയത്തിനെ കാണുന്നത്. അപ്പോ ഇതിന്റെ ഒപ്പം തന്നെ എഡിറ്റിംഗ് ഇസ് ലൈക്ക് എനിക്ക് എന്റെ ലൈഫിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ അതില് നല്ല വർക്ക്സ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു അത്യാവശ്യമാണ്. മറ്റേത് ആഗ്രഹവും ഇത് അത്യാവശ്യവുമാണ്. അപ്പോ ഇതിനു മുമ്പ് ചെയ്ത വർക്കുകൾ ഞാൻ വെച്ചിട്ട് നോക്കുമ്പോഴാണെങ്കിലും ഇപ്പോഴാണ് ആൾക്കാര് ഇപ്പൊ ജയ് ഗണേഷിലേക്ക് വരുമ്പോ എഡിറ്റർ എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നത് പോലും ഞാൻ പ്രേമലൂരിൽ അഭിനയിച്ചുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഇൻഡിവിജ്വലി നമ്മളുടെ ഒരു സിഗ്നേച്ചർ വർക്ക് കൊണ്ടിട്ട് ഇപ്പൊ ഞാൻ സിഗ്നേച്ചർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് ചെയ്ത കുറെ വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒക്കെ ചെയ്ത വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സിനിമകളുടെ കൊമേഴ്ഷ്യൽ സക്സസിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ സിഗ്നേച്ചറുകളൊക്കെ കോട്ട് ചെയ്യപ്പെടുന്നതെന്ന് തോന്നുന്നു. ലൈക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും അല്ലാതെ നമ്മുടെ വർക്ക് കൊണ്ടിട്ട് നമ്മളൊരു എഡിറ്റർ എന്നുള്ള രീതിയിൽ അറിയപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിന് നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളതാണ്. ഇപ്പൊ ലൈക്ക് എനിക്കൊരു പ്രൊഫൈലായിട്ട് വെക്കാൻ പറ്റുന്ന, അപ്പൊ ഞാൻ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ജയ് ഗണേഷ്. കാരണം അതിന്റെ പാറ്റേണിലാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ എഡിറ്റർ എന്ന് പറയുന്ന ഒരു അൺസങ് ഹീറോ ആണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. കാരണം
അതൊരു ഇൻവിസിബിൾ ജോലി തന്നെയാണ്. ഇപ്പൊ ഒരു സിനിമ ഒരു വിഷ്വൽ കാണുന്ന പോലെയോ പെർഫോമൻസ് കാണുന്ന പോലെയോ മ്യൂസിക് കേൾക്കുന്ന പോലെയോ ഒന്നും അത്രത്തോളം നോർമൽ ഒരു സാധാരണക്കാരന് അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ മേഖലയിലൊക്കെ സിനിമയിലേക്ക് എത്തുമ്പോ അതിനൊരു പ്ലേറ്റ് ഉണ്ടാവും, ഒരു പ്ലേറ്റിൽ വെക്കാൻ പറ്റുന്നത് ചിലപ്പോൾ എഡിറ്റിംഗിലൂടെ ആയിരിക്കാം. എല്ലാം നന്നായിട്ട് കാണണമെങ്കിൽ, എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ. അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആക്ച്വലി ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് ജയ് ഗണേഷ്. അപ്പൊ ഇനിയിപ്പോ ഞാനൊരു പ്രൊഫൈൽ വെക്കുമ്പോഴാണെങ്കിലും ഈ തൊട്ട് മുമ്പ് ഞാൻ ചെയ്തൊരു മൂവി ഉണ്ട് ഇതുപോലെ തന്നെ, ലിറ്റിൽ മിസ് റാവുത്തർ എന്ന് പറഞ്ഞിട്ട്. അതും ജയ് ഗണേഷും ഒക്കെ ആയിരിക്കും എനിക്കൊരു പ്രൊഫൈലായിട്ട് ആസ് ആൻ എഡിറ്റർ മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന 2 സിനിമകൾ. ഇല്ല, ഞാൻ അതിനകത്ത് ട്രെയിലർ കട്ട്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ട്രെയിലർ കട്ട്സ് കുറെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ശരി, അപ്പം രണ്ടും ഒരുപോലെ, എന്നാൽ എഡിറ്റിംഗ് എന്നുള്ള ഒരു പാഷനകത്ത് സിഗ്നേച്ചർ ഉണ്ടാക്കുക എന്നുള്ളത്. മറ്റേതിൽ ഇപ്പൊ ആളുകൾ നമ്മൾ അറിഞ്ഞു അംഗീകരിച്ചു എന്നുള്ളതിന്റെ ഒരു സന്തോഷം. കാരണം ഇനിയും ചെയ്താലും നീ നടന്നാന്നേ പറയൂ. അതൊരു ശരിയാണ്. പക്ഷെ അതുകൊണ്ട് സംവിധാനത്തിലോട്ട് തിരിയാം. ഓ സീരിയസ്ലി, അതൊരു പുതിയ ഇൻഫർമേഷൻ. അറിയിക്കാം. ഇല്ല, അങ്ങനെയൊന്നും പറയാറാവുന്ന ഒരു പ്രൊജക്റ്റുകളൊന്നുമില്ല. നമ്മളുടെ ആഗ്രഹം അതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വെച്ചിട്ട് സംസാരിച്ചു.